പാക്കേജിലൊന്നുമല്ലാതെ വിമാനത്തിലോ ട്രെയിനിലോ കയറി കാശ്മീരിലെത്തുന്നവർക്ക് ചിലവ് ചുരുക്കി എങ്ങനെ കറങ്ങാം എന്നതാണ് ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ട് വില്ലേജ് കോമ്പസ് ഒന്ന് ഫോളോ ചെയ്തോളൂ, പറഞ്ഞു തരാം. കാശ്മീരിലെത്തിയാൽ ഒരു ടൂറിസ്റ്റ് അല്ലെന്ന് തോന്നിപ്പിക്കാൻ ശ്രമിക്കുക എന്നതാണ് ആദ്യപടി. ടൂറിസ്റ്റ് ആണെന്ന് തോന്നിയാൽ അന്നാട്ടിലെ ഓട്ടോക്കാരും ടാക്സിക്കാരും ഗൈഡും തോണിക്കാരനും വരെ നമ്മളെ പറ്റിക്കുമെന്ന് 90% ഉറപ്പാണ്. ശ്രീനഗറിൽ റൂമെടുത്ത് മറ്റ് ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ പോകാവുന്നതാണ്. ദാൽ ലേക്കിന് സമീപം നിരവധി ബജറ്റ് ഫ്രണ്ട്ലി റൂമുകൾ ലഭ്യമാണ്. ദാൽ ലേക്കിലേക്ക് ഫേസ് ചെയ്യുന്ന ഹോട്ടലുകൾ തിരഞ്ഞെടുക്കാതെ ഒരു ക്രോസ് പുറകിലുള്ള റൂമുകൾ തിരഞ്ഞെടുക്കുക. 1000 രൂപയ്ക്ക് 4 പേർക്ക് കഴിയാവുന്ന വിശാലമായ മുറികൾ ലഭിക്കും. ശ്രീനഗറിൽ നിന്ന് ഗുൽമാർഗിലേക്കും സോനാമാർഗിലേക്കും ഉൾപ്പെടെ നിങ്ങൾക്ക് ഷെയർ ടാക്സികൾ ലഭിക്കും. 300 മുതൽ 500 രൂപ വരെയാകും. കാശ്മീരിൽ ഒരു ജില്ലയിലെ ടാക്സികളെ മറ്റൊരു ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഓടാൻ സമ്മതിക്കില്ല. ഉദാഹരണത്തിന് നിങ്ങൾ ഗുൽമാർഗിലേക്ക് ശ്രീനഗറിൽ നിന്ന് യാത്ര ചെയ്യുന്ന വാഹനത്തിൽ നിങ്ങൾക്ക് ഗുൽമാർഗിനുള്ളിൽ കറങ്ങാനാവില്ല. അവിടെ വീണ്ടും പണം നൽകി വേറെ ടാക്സി പിടിക്കണം. ടൂറിസ്റ്റ് സ്പോട്ടിൽ നിന്ന് മാറി അല്പം നടന്നാൽ നിങ്ങൾക്ക് അതിമനോഹരമായ ഗ്രാമങ്ങൾ കാണാനും ഗ്രാമവാസികളുമായി ഇടപഴകാനുമൊക്കെ സാധിക്കും. എല്ലായിടത്തേക്കും ബസ് സർവീസുകൾ ഉള്ള നാടാണ് കാശ്മീർ. ടാക്സിക്കാരല്ലാത്ത ആരോട് ചോദിച്ചാലും ബസ് സർവീസുകൾ കൃത്യമായി പറഞ്ഞു തരും. ശ്രീനഗറിൽ ഓടുന്ന ഈ ചുവന്ന ബസ് കണ്ടോ? സ്ത്രീകൾക്ക് ഈ ബസ്സുകളിൽ യാത്ര സൗജന്യമാണ്. നിങ്ങൾ ഏതു സംസ്ഥാനത്തു നിന്നുള്ള സ്ത്രീജനമായാലും ടിക്കറ്റ് സൗജന്യമാണ്. ഇലക്ട്രിക് ഓട്ടോറിക്ഷ സർവീസുകൾ നഗരത്തിലുണ്ട്. ആളൊന്നിന് 20 രൂപയാണ് മിനിമം ചാർജ്. ചെറിയ ദൂരങ്ങൾ താണ്ടാൻ ഇടം കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇതാണ് ലാഭകരം. റെന്റ് ബൈക്ക് സർവീസും ശ്രീനഗറിൽ ലഭ്യമാണ്. ശ്രീനഗറിലെ ഫുഡ് സ്ട്രീറ്റുകളിൽ രാത്രി കറങ്ങാം. വസ്വാനും ഗിർദയും മാംസവിഭവങ്ങളുമൊക്കെ രുചിച്ചു നോക്കാൻ ലാൽ ചൗക്കിലും ദാൽ ലേക്കിന്റെ ചുറ്റിലും നിരവധി സ്പോട്ടുകളുണ്ട്. ദാൽ ലേക്കിലെ ഷോപ്പിംഗ് ഒഴിവാക്കി ലാൽ ചൗക്കിൽ നിന്ന് ഷോപ്പ് ചെയ്താൽ ശിക്കാരക്കാർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ നമുക്ക് കീശാക്കീറില്ല. ശ്രീനഗറിന് ചുറ്റും നിരവധി ഓഫ് ബീറ്റ് ലൊക്കേഷനുകൾ ഉണ്ട്. ഈ വീഡിയോയ്ക്ക് തൊട്ടു താഴെയുള്ള കാശ്മീർ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ കാണാം. അപ്പോൾ ഹാപ്പി ജേണി.